പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. ഓഗസ്റ്റ് മാസം 4-ാം തീയതി കത്തോലിക്ക തിരുസഭ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. എല്ലാ പുരോഹിതരുടെയും മധ്യസ്ഥനായ വിയാനി പുണ്യവാളൻ ഒരു നൂറ്റാണ്ടിൻ്റെ വിശ്വാസ തകർച്ചയെ ഒറ്റയ്ക്ക് പോരാടി എതിർത്ത് വിജയം കൈവരിച്ച ഒരു വന്യ വൈദികനാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി. ഈ വിശുദ്ധൻ്റെ മാമോദീസ പേര് സ്നാപക യോഹന്നാൻ എന്നാണ്. ജോൺ ദ ബാപ്റ്റിസ്റ്റ് വിയാനി എന്നാണ്. വെറുതെയല്ല ഈ വൈദികൻ ഇത്രമാത്രം തീക്ഷ്ണതയോടുകൂടി ശുശ്രൂഷ ചെയ്തതെന്ന് ഈ വൈദികൻ്റെ ജീവചരിത്രം വായിച്ചപ്പോൾ എനിക്ക് തോന്നി. അതായത് സ്നാപക യോഹന്നാൻ ദൈവത്തിനു വേണ്ടി ഒരു തീപ്പന്തമായ വ്യക്തിയാണ്. ക്രിസ്തു വരുന്നതിന് മുൻപേ വഴികാട്ടിയായി മാറി ഈശോയ്ക്ക് വേണ്ടി ശിരസ് തളികയിൽ അർപ്പിച്ച വിശുദ്ധനാണ് വിശുദ്ധ സ്നാപക യോഹന്നാൻ. അപ്പോൾ ജോൺ മരിയ വിയാനി എന്ന് പറയുന്ന വിശുദ്ധൻ്റെ മാമോദീസ പേര്, അദ്ദേഹത്തിൻ്റെ ശരിക്കും പേര് സ്നാപക യോഹന്നാൻ എന്നാണ്. ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ കുറച്ച് നല്ല സ്മൃതികളുമായി ദൈവത്തിലേക്ക് അടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. സ്നേഹമുള്ളവരെ, 1786 മെയ് മാസം 8-ാം തീയതിയാണ് ഫ്രാൻസിലെ ഡാർഡലി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ വിശുദ്ധൻ ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കന്മാർക്ക് 6 മക്കളാണ്. ഈ 6 മക്കളിൽ 4-ാമനായിട്ടാണ് ഈ ജോൺ മരിയ വിയാനി ജനിക്കുന്നത്. നമുക്കറിയാമല്ലോ, 1789 ഫ്രഞ്ച് വിപ്ലവം ആരംഭിക്കുന്നത്. ഒരു 12 വർഷക്കാലത്തോളം ഫ്രഞ്ച് വിപ്ലവം നീണ്ടു നിന്നിരുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഒരു പുത്രനാണ്, ആ കാലഘട്ടത്തിൽ ജനിച്ചൊരു വ്യക്തിയാണ്, വളർന്നൊരു വ്യക്തിയാണ് ജോൺ മരിയ വിയാനി. വളരെ ക്ലേശകരമായ ബാല്യമായിരുന്നു വിയാനിയുടേത്. ഒരുപാട് സഹിച്ചിട്ടുണ്ട് ഈ വ്യക്തി. കലാലയത്തിലൊന്നും അധികം പോകാൻ സാധിച്ചിട്ടില്ല. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാലഘട്ടത്തിൽ വിശ്വാസത്തിന് ഒരുപാട് ക്ഷയമേറ്റു. കത്തോലിക്ക ദേവാലയങ്ങൾ തകർക്കപ്പെട്ടു, അടയ്ക്കപ്പെട്ടു. പുരോഹിതരും സന്യസ്തരും ഒരുപാട് പേര് കൊല്ലപ്പെട്ടു. ഫ്രാൻസിൽ തന്നെ ഏകദേശം 18,000-ഓളം മിഷണറിമാർ കൊല്ലപ്പെട്ടു എന്ന് പറയണേ. നോത്രദാം കത്തീഡ്രൽ തകർക്കപ്പെട്ടു ആദ്യ കാലഘട്ടങ്ങളിൽ. ആ കത്തീഡ്രൽ അവർ ആക്രമിച്ച് കീഴടക്കി. നോത്രദാം കത്തീഡ്രലിൽ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് പരസ്യ വ്യഭിചാര പ്രവൃത്തിയിൽ വരെ ഏൽപ്പെട്ടെന്ന് പറയണ ശത്രുക്കൾ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന വിപ്ലവ ഗീതങ്ങൾ ഉരുവാടിക്കൊണ്ട് അവിടെ ദൈവനിഷേധം ഒരുപാട് വിതയ്ക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ ഒറ്റയ്ക്ക് നിന്ന് കർത്താവിന് വേണ്ടി പോരാടിയ ഒരു വിശുദ്ധൻ, വിശുദ്ധ ജോൺ മരിയ വിയാനി. അദ്ദേഹത്തിന് കുഞ്ഞുനാളിൽ സ്കൂളിൽ പോകാൻ പറ്റിയില്ല. ജോൺ മരിയ വിയാനി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരിക ഒരു മണ്ടൻ, പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പാസ്സാവാതെ, സെമിനാരിയിൽ നിന്ന് പ്രൊമോഷൻ കിട്ടാതെ എന്നൊക്കെ ചിന്തിച്ച ഒരു വ്യക്തി എന്നാണ്. അതിൻ്റെ കാരണങ്ങൾ ചികിത്സപ്പോഴും മനസ്സിലായത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാലഘട്ടത്തിൽ ചെറിയ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന് കലാലയത്തിൽ പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ സെമിനാരിയിൽ ചേർന്നപ്പോൾ ലാറ്റിൻ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആലോചിച്ച് നോക്കണം, 20 വയസ്സായപ്പോഴാണ് നല്ലൊരു സ്കൂളിൽ ഈ വിശുദ്ധന് പ്രവേശനം കിട്ടിയത്. പിന്നെ എങ്ങനെ പഠിക്കാൻ പറ്റണേ? ദൈവം ഇടപെട്ടത് കൊണ്ട് വിശുദ്ധനായതാണ്. ദൈവം ഇടപെട്ടത് കൊണ്ട് വിശുദ്ധനായെന്ന രീതിയിൽ മാത്രമല്ല, അച്ഛനായതാണ്. ഈ ജോൺ മരിയ വിയാനിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹീറോ എന്ന് പറയുന്നത് പുരോഹിതരായിരുന്നു. പുരോഹിതർ. അദ്ദേഹം പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഹീറോ എന്ന് പറയുന്നത് ഒരു വൈദികനാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുനാൾ മുതൽ വൈദികനാകണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയുമോ? ഫ്രഞ്ച് വിപ്ലവ കാലഘട്ടത്തിൽ സുവിശേഷം പരസ്യമായി പ്രഘോഷിക്കാനായിട്ട് അനുവാദമില്ലായിരുന്നു. നെപ്പോളിയൻ്റെ കൽപ്പനയായിരുന്നു. അതുകൊണ്ട്
ക്രിസ്തീയ വിശ്വാസത്തിൽ കത്തോലിക്കർ എന്ത് ചെയ്തു? ഒളിത്താവളങ്ങളിലിരുന്നാണ് ബലിയർപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇവര് ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായ പുരോഹിതര് ചില വീടുകളിൽ അണ്ടർഗ്രൗണ്ടുകളിലൊക്കെ പോയി കുർബാന അർപ്പിക്കും. കാറ്റക്യൂംസിലൊക്കെ ഇരുന്ന് കുർബാന അർപ്പിക്കുന്ന പറയണേ. അങ്ങനെ ജോൺ മരിയ വിയാനി തൻ്റെ ആദ്യ കുർബാന സ്വീകരിച്ചത് തന്നെ ഒരു വീടിൻ്റെ അടുക്കളയിലിരുന്നു കൊണ്ട് ആദ്യ കുർബാന സ്വീകരിച്ചത്. കന്യാസ്ത്രീകൾ അവനെ ഒരുക്കി ജപങ്ങളൊക്കെ പഠിപ്പിച്ച്, എന്നിട്ട് അടുക്കളയിൽ ജനലുകളും വാതിലുകളും ഒക്കെ അടച്ചിട്ടിട്ട് പുരോഹിതൻ വന്ന് അങ്ങനെയാണ് കുർബാന ചൊല്ലി കുർബാന സ്വീകരിക്കുന്നത്. എന്നിട്ട് പറയാണ്, ധീരനായ ഈ പുരോഹിതനാണ്, ഈ പൗരോഹിത്യം ക്രിസ്തുവിനെ നൽകുന്ന അങ്ങനെ നൽകുന്ന പൗരോഹിത്യമാണ് ഞാൻ കുഞ്ഞുനാളിൽ കണ്ടത്. എൻ്റെ ജീവിതത്തിൽ ഹീറോ എന്ന് പറയുന്ന ഒരു പുരോഹിതനാണ്. അതുകൊണ്ട് തന്നെ എനിക്കുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു പുരോഹിതനായി ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുഞ്ഞുനാളിൽ മുളപൊട്ടിയ വിശ്വാസമാണ്, സ്നേഹമാണ് ഈശോയോടും പൗരോഹിത്യത്തോടും വിശുദ്ധ ജോൺ മരിയ വിയാനിക്ക് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പിന്നീട് ഇദ്ദേഹത്തെ അല്ലാതെ മറ്റേത് വിശുദ്ധനെയാണ് പുരോഹിതരുടെ മധ്യസ്ഥനായ സഭ വാഴ്ത്തുക എന്ന് ഈ ജീവചരിത്രം വായിച്ചപ്പോൾ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്ന ഒരു ചിന്തയാണ് സ്നേഹമുള്ളവരെ. ഇനി ഈ വൈദികൻ പഠിപ്പിക്കുന്ന, ഈ പുണ്യ വൈദികൻ പഠിപ്പിക്കുന്ന ഏതാനും ചില പാഠങ്ങൾ ഇന്ന് തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ഓർത്തെടുക്കാം. ഒന്നാമത്തെ പാഠമെന്ന് പറയുന്നത്, വിശുദ്ധ ജോൺ മരിയ വിയാനി പരിശുദ്ധ കുർബാനയുടെ അപ്പസ്തോലനായിരുന്നു. He was an apostle of the Holy Eucharist. കുർബാന കേന്ദ്രീകൃതമായ ഒരു ജീവിതമാണ് അദ്ദേഹം നയിച്ചത്. ആദ്യമായിട്ട് വികാരിയായി നിയമിതനാകുന്നത് ആർസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടുത്തെ മുൻ വികാരി മരിച്ചു. ഏതാനും നാളുകൾ ദേവാലയം അടച്ചിട്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് യുവാവായ ഈ പട്ടം കെട്ടിക്കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ വിയാനി പുണ്യവാളൻ ജോൺ മരിയ വിയാനി അങ്ങോട്ടേക്ക് കടന്നു ചെല്ലുന്നത്. ആദ്യത്തെ ഞായറാഴ്ച ഒരുപാട് പേര് പള്ളിയിൽ വന്നു. വിയാനി തൻ്റെ ജീവചരിത്രത്തിൽ പറയുകയാണ്, ഒരുപാട് പേര് അന്ന് പള്ളിയിൽ വന്നു. അവർ വന്നത് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനോ പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാനോ അല്ല, അച്ഛനെ കാണാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ നാട്ടിലുണ്ടല്ലോ, ഒരു അച്ഛൻ സ്ഥലം മാറി വരുമ്പോൾ അച്ഛനെ കാണാൻ, അച്ഛനെ കുറിച്ച് അഭിപ്രായം പറയാൻ, അച്ഛൻ എങ്ങനെയുണ്ട് നിരീക്ഷിക്കാൻ വേണ്ടി ഒരുപാട് പേര് വരും. അന്നും അങ്ങനെ വന്നു. എന്നിട്ട് വിയാനി പുണ്യവാളൻ പറയുകയാണ്, എന്നെ ഏറ്റവും ദുഃഖത്തിലാഴ്ത്തിയത് വളരെ കുറച്ച് പേർ മാത്രമേ കുർബാന സ്വീകരിച്ചുള്ളൂ. അന്ന് ഞാൻ തീരുമാനിച്ചു, ഈശോയെ കുർബാനയുടെ വില ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കുവാനായിട്ട് എന്നെ നീ ഒരുക്കണമേ. ഇദ്ദേഹം പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്ന ചില ചിന്തകൾ അത് വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും. കുദാശവചനം ചൊല്ലിക്കഴിഞ്ഞ് ആ തിരുവോസ്തി കരങ്ങളിൽ എടുത്തുകൊണ്ട് കുറച്ച് സമയമൊക്കെ അദ്ദേഹം അങ്ങനെ ധ്യാനനിമഗ്നനായി അങ്ങനെ ഇരിക്കുന്ന പറയണേ, ഈശോയെ നോക്കിയിട്ട്. എൻ്റെ കരങ്ങളിൽ ഈശോ ജനിച്ചു എന്ന് പറഞ്ഞ് ധ്യാനനിമഗ്നനായി അദ്ദേഹം അങ്ങനെ നിർവൃതിയിൽ ആയിരിക്കുന്ന പറയണേ കാഴ്ചക്കാർ പറയുന്നത്. ഇനി അദ്ദേഹം പറയുന്നത് പ്രകാരമാണ്, ആ കാലഘട്ടത്തിൽ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം പള്ളി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് പേർക്ക് ഇഷ്ടമല്ലായിരുന്നു, വരില്ല, നിരീശ്വരവാദികളായിരുന്നു, അല്ലെങ്കിൽ എന്തിന് പള്ളി എന്ന് ചിന്തിക്കുന്നവരായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്ന പ്രകാരമാണ്, ഞായറാഴ്ച പോലും ഏതാനും വൃദ്ധര ദേവാലയത്തിൽ വന്നുള്ളൂ. അപ്പം അദ്ദേഹം പറയുകയാണ്, ഞായറാഴ്ച ദേവാലയത്തിൽ വരാതെ ജോലിക്ക് പോകുന്നവർ അവരുടെ ആത്മാവിനെ വിൽക്കുകയാണത്രേ. നമുക്കും ഒരു പുനർവിചിന്തനത്തിന് നല്ലതാണ്. ഞായറാഴ്ച ദേവാലയത്തിൽ പോയി വിശുദ്ധ ബലിക്ക് പങ്കാതെ ജോലിയെടുക്കാൻ പോകുന്നവർ ആത്മാവിനെ വിൽക്കുന്നവരാണെന്നാണ് വിശുദ്ധം പറയുന്നത്. വിശുദ്ധ കുർബാനയിലെ എല്ലാ പ്രാർത്ഥനകളും നമ്മെ നയിക്കുന്നത് പരിശുദ്ധ കുർബാന സ്വീകരണത്തിലേക്കാണെന്ന് വിശുദ്ധം പറയുന്നു. വിശുദ്ധ കുർബാനയിൽ ദൈവം നമുക്ക് ദൈവത്തിൻ്റെ സ്വന്തം പുത്രനെയാണ് നൽകുന്നത്. The tongue of a priest and a piece of a bread makes God, creates God. വൈദികന്റെ അധരവും ഒരു അപ്പക്കഷ്ണവും ദൈവത്തിന് ജന്മം കൊടുക്കുന്ന കൂദാശയാണത്രേ പരിശുദ്ധ കുർബാന. രക്തസാക്ഷിത്വം കുർബാനയേക്കാൾ വലുതല്ല, അദ്ദേഹം പറയുന്നു. രക്തസാക്ഷിത്വം മനുഷ്യന് ദൈവത്തിന് കൊടുക്കാവുന്ന ത്യാഗബലിയാണെന്നുണ്ടെങ്കിൽ പരിശുദ്ധ കുർബാന ദൈവം മനുഷ്യന് നൽകുന്ന പരിഹാരബലി, ത്യാഗബലിയാണത്രേ. ദൈവം മനുഷ്യന് വേണ്ടി ബലിയായി തീരുന്നതാണ് പരിശുദ്ധ കുർബാന. അതുകൊണ്ട് കുർബാനയോളം വരില്ല രക്തസാക്ഷിത്വം എന്ന് ഈ വിശുദ്ധൻ ഓർമ്മപ്പെടുത്തുന്നു. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതിനേക്കാൾ വലിയ അത്ഭുതമാണ്
ഉദ്ധിതനായ ക്രിസ്തു ഒരപ്പത്തിലേക്ക് ഇറങ്ങി വരുന്നതത്രേ. സ്വർഗത്തിൽ ശിഷ്യന്മാർ കണ്ട, വിശുദ്ധർ കണ്ട അതേ ദൈവമാണ് പുരോഹിതന്റെ കരങ്ങളിൽ പരിശുദ്ധ കുർബാനയായി അൾത്താരയിൽ വിരിയുന്നത്. കുർബാനയെക്കുറിച്ച് എത്രയോ വലിയ ബോധ്യമുള്ള ഈ ഒരു വിശുദ്ധൻ. എല്ലാവരും ദേവാലയത്തിൽ വരണം, ദൈവത്തോട് ചേർന്ന് നിൽക്കണം, കുർബാനയിൽ ഈശോയെ അറിയണമെന്ന് ആഗ്രഹിച്ച പരിശുദ്ധ കുർബാനയുടെ അപ്പസ്തോലൻ. ചരിത്രം പങ്കുവയ്ക്കുന്ന പ്രകാരമാണ് അദ്ദേഹം ചുമ്മാ ആളുകളെ പള്ളിയിലേക്ക് കൊണ്ടുവരികയല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുമ്പസാരവും വചനപ്രഘോഷങ്ങളും എല്ലാം കേന്ദ്രീകരിക്കപ്പെട്ടിരുന്നത് ഒരേ ഒരു ലക്ഷ്യത്തിലേക്കാണ്, പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തി എല്ലാവർക്കും ഉണ്ടാകണമെന്ന്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പരിശുദ്ധ കുർബാനയുടെ അപ്പസ്തോലൻ എന്ന് വിളിക്കുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് ഈ വ്യക്തിയിൽ നിന്ന് എടുക്കാവുന്ന ഒരു സാരാംശം എന്ന് പറയുന്നത്, ആത്മാക്കൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കിയ വിശുദ്ധൻ, അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുമ്പസാരത്തിൻ്റെ വിശുദ്ധൻ. ഞാനതിന് കുമ്പസാരത്തിൻ്റെ വിശുദ്ധനേക്കാൾ ഉപരിയായിട്ട് ഉപയോഗിക്കുന്ന വാക്ക് തന്നെയാണ് ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് കണ്ണീരൊഴുക്കിയ വിശുദ്ധൻ. അത് പറയാൻ കാരണം, ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിക്കുമ്പോൾ ഏറ്റവും ഹൃദയസ്പർശിയായിട്ടുള്ളത്, ഞാനിത് പങ്കുവെക്കുമ്പോൾ തന്നെ എനിക്ക് തന്നെ ഒരു പുരോഹിതനായി എനിക്ക് തന്നെ വെല്ലുവിളിയാണത്. ഞാനിത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പങ്കുവെക്കുന്നത്. ഇദ്ദേഹം പറയുന്നത്, ഇദ്ദേഹം കുമ്പസാരക്കൂട്ടിലിരുന്ന് കരയുമായിരുന്നു അത്രേ. കുമ്പസാരക്കൂട്ടിലിരുന്നൊരു വൈദികൻ കരയുക. സാധാരണ നമ്മൾ കരയുക നമ്മുടെ പാപത്തിൻ്റെ ഭാരം മുഖേന ഞാൻ അനുതാപത്തോടുകൂടി കുമ്പസാരിക്കുമ്പോഴാണ് ഞാൻ കരയുക. പക്ഷേ കുമ്പസാരിക്കാൻ വരുന്നവരുടെ പാപം കേട്ടിട്ട് ഒരു പുരോഹിതനായ വിയാനി, ജോൺ മരിയ വിയാനി കുമ്പസാരക്കൂട്ടിരുന്ന് കരയുമായിരുന്നു. അപ്പോൾ മറ്റുള്ളവർ ചോദിക്കും, കുമ്പസാരിക്കുന്ന വ്യക്തി ചോദിക്കും, അച്ഛൻ എന്തിനാ കരയുന്നേ? അപ്പോൾ ഇദ്ദേഹം പറയാണ്, നിന്റെ പാപത്തെക്കുറിച്ച് നിനക്ക് അനുതാപമില്ല, പക്ഷേ നീ ചെയ്ത പാപത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അനുതാപത്തോടു കൂടി ഞാൻ കർത്താവിന് മുമ്പിൽ നിനക്ക് വേണ്ടി കണ്ണീരൊഴുക്കുകയാണെന്ന്. എത്ര മനോഹരമായ വാക്കുകളല്ലേ! തൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ വരുന്നവർക്ക് വേണ്ടി, അവരുടെ അനുതാപത്തിന് വേണ്ടി കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ച, ആത്മാക്കളെ നേടാൻ വേണ്ടി പ്രയത്നിച്ച ഒരു വന്യ പുരോഹിതൻ. ഒരു ദിവസം 14 മുതൽ 18 മണിക്കൂർ വരെയൊക്കെ അദ്ദേഹം കുമ്പസാരക്കൂട്ടിൽ ഇരിക്കുമായിരുന്നു എന്ന്. ഒരുപാട് പേര് ഈ കുമ്പസാരിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് യൂറോപ്പിൽ നിന്ന് മാത്രമല്ല, അവസാന കാലഘട്ടത്തിൽ അമേരിക്കയിൽ നിന്ന് വരെ കുമ്പസാരിക്കാൻ വേണ്ടി മാത്രം വരുമായിരുന്നു. ശൈത്യ കാലഘട്ടങ്ങളിൽ 12 മണിക്കൂറൊക്കെ തണുപ്പടിച്ചിരിക്കും, വിറച്ച ഐസ് പോലെ. അന്ന് ഇന്നത്തെ പോലെയുള്ള ഹീറ്റിംഗ് സിസ്റ്റം ഒന്നും യൂറോപ്പിലില്ല, വിറകൊക്കെ ഇട്ട് കത്തിക്കുമായിരിക്കും. ഇനി വേനയ്ക്കോ 12 മണിക്കൂർ മാത്രമല്ല, 14-18 മണിക്കൂർ വേർത്തൊലിച്ച് കുമ്പസാരക്കൂട്ടിൽ ഈ മനുഷ്യനിരിക്കുമെന്ന് പറയണേ. ഒരു പുരോഹിതൻ രീതിയിൽ എനിക്കറിയാം ഒരു കുമ്പസാരക്കൂട്ടിൽ കുറച്ച് സമയം ഇരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്. ഏതൊരു വൈദികനും, ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്ന ശബ്ദത്തിൽ എനിക്ക് സംസാരിക്കാം, അത് മണിക്കൂറുകളോളം എനിക്ക് സംസാരിക്കാം, പ്രശ്നമല്ല. പക്ഷേ കുമ്പസാരക്കൂട്ടിൽ ശബ്ദം താഴ്ത്തി ഞാൻ ഉപദേശം കൊടുക്കുമ്പോൾ അത് എൻ്റെ ശബ്ദം പിടിക്കുന്നതാണ്. അത് ഏതൊരു പുരോഹിതനും ബുദ്ധിമുട്ടുള്ളതാണ്. ഇനി ഇരുന്നു കൊണ്ടുള്ള ശുശ്രൂഷയാണ്. അത് പ്രായം കുറഞ്ഞവർക്കും പ്രായം ഏറിയവർക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്. ചില സമയത്ത് ഒരു സൈഡിലേക്ക് മാത്രം ചെരിഞ്ഞ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, കഴുത്തുവേദനയൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഈ പുരോഹിതൻ ഈ 18 മണിക്കൂറൊക്കെ ഇങ്ങനെ കുമ്പസാരക്കൂട്ടിൽ ഇങ്ങനെ ഒരു തപസ്സിരുന്ന് പറയുമ്പോൾ ദൈവം തൊടാതെ ആർക്കത് സാധിക്കണേ? അങ്ങനെ ആത്മാക്കളെ നേടാനായിട്ട് തുനിഞ്ഞിറങ്ങിയ ഒരു വിശുദ്ധൻ. അദ്ദേഹം കുമ്പസാരത്തെക്കുറിച്ച് പറയുന്നത് പ്രകാരമാണ്, ദൈവത്തിൻ്റെ കാരുണ്യം കരകവിഞ്ഞൊഴുകുന്ന നദിയാണ് കുമ്പസാരം. ആ ഒഴുക്കിൽ ആത്മാക്കൾ ദൈവത്തിലേക്ക് ആനയിക്കപ്പെടുന്നു. ദൈവത്തിൻ്റെ കാരുണ്യം കരകവിഞ്ഞൊഴുകുന്ന നദിയാണ് കുമ്പസാരം. ആ ഒഴുക്കിൽപ്പെട്ട് ആത്മാക്കൾ ദൈവത്തിലേക്ക് അടുക്കുന്നു, ഒഴുകിയെത്തുന്നു. പാപിയുടെ പിന്നാലെ കാരുണ്യവുമായി കടന്നു വരുന്ന ഈശോയാണ് കുമ്പസാരക്കൂട്ടിൽ ഉള്ളത്. സ്നേഹമുള്ളവരെ, കുമ്പസാരിപ്പിക്കാൻ വൈദികർക്കൊരു പ്രചോദനവും കുമ്പസാരിക്കാൻ വിശ്വാസികൾക്ക് ഒരു പ്രചോദനവും വെല്ലുവിളിയുമാണ് ഈ കുമ്പസാരത്തിൻ്റെ അപ്പസ്തോലൻ, അല്ലെങ്കിൽ ആത്മാക്കൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കിയ അപ്പസ്തോലനായ വിശുദ്ധ ജോൺ മരിയ വിയാനി. മൂന്നാമത്തെ ഒരു ആശയം എന്ന് പറയുന്നത് പ്രകാരമാണ്, സഹനത്തിന് ജീവിതത്തിൽ പ്രാധാന്യം നൽകിയ ഒരു വിശുദ്ധനാണ്. ത്യാഗമെടുക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗമെടുക്കുവാനായിട്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബത്തിൽ ഒരാൾ അനുദപിക്കണമെന്നുണ്ടെങ്കിൽ,
അല്ലെങ്കിൽ ഞാൻ തന്നെ എൻ്റെ പാപത്തിൽ നിന്ന് എനിക്കൊരു വിടുതൽ വേണമെന്നുണ്ടെങ്കിൽ സഹനത്തിന് അതിനൊരു പ്രാധാന്യമുണ്ട്. ഈശോയുടെ ജീവിതവും അത് തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അവിടുന്ന് ഈ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി, പാപികളെ രക്ഷിക്കാൻ വേണ്ടി സഹനം എന്ന ബലിയാണ് തിരഞ്ഞെടുത്തത്, കുരിശുമരണം. ജോൺ മരിയ വിയാനി എല്ലാ പുരോഹിതർക്കും വെല്ലുവിളിയാകുന്നത് പ്രകാരമാണ്. അദ്ദേഹം രാവിലെ 2 മണിക്കൊക്കെ എഴുന്നേറ്റ് അന്ന് കുമ്പസാരിപ്പിക്കുവാനായിട്ട് പോകുന്ന, അല്ലെങ്കിൽ തൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ വരുന്ന പാപികൾക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു, ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു, ഉപവസിക്കുമായിരുന്നു, പലപ്പോഴും ഭക്ഷണം ഒഴിവാക്കുമായിരുന്നു. സഹനത്തിന് പ്രാധാന്യം കൊടുത്ത ഒരു വിശുദ്ധൻ. സന്തോഷത്തോടെ സ്വീകരിക്കുന്ന സഹനങ്ങളാണ് ഒരുവനെ വിശുദ്ധീകരിക്കുന്നത് എന്ന് വിശുദ്ധ ജോൺ മരിയ വിയാനി പറയുന്നു. വളരെ കുറച്ച് സമയം മാത്രമേ അദ്ദേഹം ഉറങ്ങിയിരുന്നുള്ളൂ അത്രേ. വളരെ ലളിതമായ ഭക്ഷണം, ഇതൊരു വെല്ലുവിളി തന്നെയാണ്. റൊട്ടിയും കിഴങ്ങുമായിരുന്നു മിക്കവാറും സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭക്ഷണം. അതിനുള്ള സമയമേ കിട്ടാറുള്ളൂ. ആ ത്യാഗം അദ്ദേഹം എന്തു ചെയ്തു? ആത്മാക്കൾക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അനുതപിക്കാത്ത പാപികൾക്ക് വേണ്ടി അദ്ദേഹം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ത്യാഗങ്ങളെടുത്ത്, സഹനങ്ങളെടുത്ത് പ്രാർത്ഥിച്ചു. ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒരു വെല്ലുവിളി തന്നെയാണ്. ചെറിയ ചെറിയ ത്യാഗങ്ങൾ, അത് കുടുംബത്തിലെ വ്യക്തികൾക്ക് വേണ്ടിയും സ്വയം വിശുദ്ധീകരണത്തിന് വേണ്ടി എടുക്കുവാനൊക്കെ നമ്മെ ഈ വിശുദ്ധൻ പ്രേരിപ്പിക്കുന്നുണ്ട്. 4-മതായിട്ട് ഈ വിശുദ്ധൻ പഠിപ്പിക്കുന്ന ഒരു പാഠം എന്ന് പറയുന്നത്, സ്നേഹമുള്ളവരെ, പാവപ്പെട്ടവരോട് കാരുണ്യമുള്ളൊരു വിശുദ്ധനായിരുന്നു ജോൺ മരിയ വിയാനി. പാവപ്പെട്ടവരോട് കാരുണ്യം. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ പാപി ആര് തന്നെയായാലും, പാപം ചെയ്തവരൊക്കെ ആത്മാവിൽ ദരിദ്രരാണ്. അവരോട് കാരുണ്യമുണ്ടായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പള്ളിയിൽ വന്ന, ദേവാലയത്തിൽ വന്ന വ്യക്തികളൊക്കെ പറയുന്ന പ്രകാരമാണ്, ഞങ്ങൾ ദൈവത്തെ കണ്ടു, ദേവാലയത്തിൽ ഞങ്ങൾ ദൈവത്തെ കണ്ടു. അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ കുമ്പസാരം എന്ന ശുശ്രൂഷ മാത്രമല്ല ചെയ്തത്, പാവപ്പെട്ടവർക്ക് വേണ്ടി, പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം ഒരു അഗതി മന്ദിരം, ഒരു ഓർഫണേജ് തുടങ്ങി. ആ ഓർഫണേജ് പിന്നീട് ഒരു കലാലയമായി മാറി. ആ രീതി പിന്നീട് പല പല കലാലയങ്ങളായിട്ട് മാറുവാൻ ഫ്രാൻസിലെ പല സ്ഥലങ്ങളിലും അവർക്ക് കലാലയങ്ങൾ നിർമ്മിക്കുവാനായിട്ട്, പാവപ്പെട്ടവർക്ക് വേണ്ടി കലാലയങ്ങൾ നിർമ്മിക്കുവാനായിട്ട് അവർക്ക് പ്രചോദനമായി എന്നും പറയുന്നുണ്ട്. അപ്പോൾ ജോൺ മരിയ വിയാനി പാവപ്പെട്ടവരോട് കരുണയുള്ള വിശുദ്ധനായിരുന്നു. ഇനി ഭക്ഷണമില്ലാതെ ആരെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തൻ്റെ അടുക്കൽ വരുന്നവർക്ക് അദ്ദേഹം ഭക്ഷണം കൊടുക്കുവാനായിട്ട് സന്നദ്ധത പ്രകടിപ്പിച്ച ഒരു വ്യക്തിയാണ്. ഇനി 5-മതായിട്ട് പറയുന്നത് പ്രകാരമാണ്, ജോൺ മരിയ വിയാനി പ്രാർത്ഥനയുടെ വിശുദ്ധനായിരുന്നു. സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും തിരക്കിട്ടൊരു കാലഘട്ടമാണിത്, അല്ലേ? ഒരുപാട് തിരക്കുകളുണ്ട്. പ്രാർത്ഥിക്കാൻ സമയമില്ല എന്ന് നമ്മൾ നിലവിളിക്കുന്നൊരു കാലഘട്ടമാണിത്. തിരക്കുകളാണ്, എല്ലാവർക്കും തിരക്ക്. അതൊരു വൈദികനെ വിളിച്ചാലും ഒരു അൽമായനെ വിളിച്ചാലും ആരും ഫോൺ വിളിച്ചാൽ ആദ്യം ചോദിക്കുന്നുണ്ട്, തിരക്കാണോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരുപാട് തിരക്ക്. പക്ഷേ ഒരുപാട് തിരക്കുള്ള ഒരു വൈദികനായിട്ട് പോലും അദ്ദേഹത്തെ അവർ കണ്ടിരുന്നത് പള്ളിയിലാണത്രേ. പ്രാർത്ഥനയുടെ അടിത്തറയിൽ പ്രേക്ഷിത ജീവിതം നയിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി. മുട്ടുകുത്തി അദ്ദേഹം ആദ്യം നമ്മളത് കേട്ടു, പള്ളിയിലേക്ക് വന്ന സമയത്ത് ആരും തന്നെ അധികം പള്ളിയിൽ വരുമായിരുന്നില്ല. ആദ്യത്തെ ഞായറാഴ്ച വന്നു, പിന്നീട് അങ്ങോട്ട് ആരും വരുമായിരുന്നില്ല. അപ്പം ഇദ്ദേഹം എന്തു ചെയ്തെന്നറിയുമോ? ഇദ്ദേഹം ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് അങ്ങ് പ്രാർത്ഥിക്കും. വേറെ ആര് വന്നാലും വന്നില്ലെങ്കിലും. ശരിക്കും വായിക്കുമ്പോൾ തന്നെ കോരിത്തിരിക്കുവാണ്. അദ്ദേഹം വികാരിയായിട്ട് നിയമനം ഏറ്റെടുത്ത ആദ്യ കാലഘട്ടങ്ങളിൽ ആദ്യത്തെ ദിവസം ആളുകൾ പള്ളി വന്നു കാണാനായിട്ട്, കുർബാന അധികം സ്വീകരിച്ചില്ല. പക്ഷെ പിന്നീട് അധികം ആളുകൾ പള്ളിയിൽ വരാതിരുന്നപ്പോൾ ഈ വിശുദ്ധൻ എന്തു ചെയ്തു? ഈ വിശുദ്ധൻ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ആരെങ്കിലും ഈ പുരോഹിതനെ, ജോൺ മരിയ വിയാനെ അന്വേഷിച്ച് വരുമ്പോൾ അവരെല്ലാവരും ഇദ്ദേഹത്തെ പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയായിട്ട് കണ്ടു എന്ന് ഈ ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. ഇതെല്ലാ പുരോഹിതർക്കും എല്ലാവർക്കും ഒരു വെല്ലുവിളിയാണ്. തിരക്കിട്ട ഈ ലോകത്തിൽ കുർബാന അർപ്പിക്കുന്നതിന് മുൻപ് ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പോലും സമയമില്ലാത്ത പുരോഹിതരും സമർപ്പിതരും അൽമായരുമുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പരിശുദ്ധ കുർബാന നമ്മൾ അത് സമയത്തിനെത്തുന്നു, ചിലർ സമയം വൈകിയെത്തുന്നു. കുർബാന അല്പം നീളം കൂടുന്തോറും കുറയും നമുക്ക് ബുദ്ധിമുട്ടുകളാണ്. അല്ലെങ്കിൽ ഏറ്റവും സമയം കുറച്ച് കുർബാന അർപ്പിക്കപ്പെടുന്ന ദേവാലയങ്ങൾ തേടി ഇന്ന് വിശ്വാസികൾ തിരക്കിനിടയിൽ ഓടുകയാണ്. അവിടെയാണ് ഈ വൈദികൻ മണിക്കൂറുകളോളം പ്രാർത്ഥിക്കാനായിട്ട്
സമയം കണ്ടെത്തിയത്. പേഴ്സണൽ പ്രയറിന് അദ്ദേഹം പ്രാർത്ഥിച്ചത് തനിക്ക് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവർക്ക് വേണ്ടി. അങ്ങനെയെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു മധ്യസ്ഥനായിരുന്നു അദ്ദേഹം. ഒരുപാട് പേർക്ക് വേണ്ടി അദ്ദേഹം മണിക്കൂറുകളോളം ദേവാലയത്തിൽ ചിലവഴിക്കുമായിരുന്നു അത്രേ. ആറാമത്തെയും അവസാനത്തെയുമായിട്ട് ഒരു ആശയം എന്ന് പറയുന്നത് പ്രകാരമാണ്, സ്നേഹമുള്ളവരെ, അദ്ദേഹം പൗരോഹിത്യത്തെ പ്രണയിച്ച ഒരു വിശുദ്ധനായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ പുരോഹിതരായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതൃക. പൗരോഹിത്യം അത്രമാത്രം ഇഷ്ടമായിരുന്നു. കുഞ്ഞുനാളിൽ ജീവൻ ബലി കഴിച്ചും വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ആ നെപ്പോളിയൻ്റെ ആക്രമണം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ പോലും വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ സ്നേഹപൂർവ്വം വന്ന പുരോഹിതരായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഹീറോസ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുനാളിൽ തന്നെ പൗരോഹിത്യത്തിന് വില കൊടുത്ത ഒരു വിശുദ്ധനാണ്. വില കൊടുത്ത് തന്നെ പ്രാർത്ഥിച്ച് നേടിയതാണ് പൗരോഹിത്യം. അങ്ങനെയുള്ള ഒരു ഈ പൗരോഹിത്യത്തോട് ഒരുപാട് സ്നേഹമുള്ള ഒരു വ്യക്തി. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പ്രകാരമല്ലേ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഫ്രേസാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചൊല്ല്. ഒരു പുരോഹിതനെയും മാലാഖയെയും ഞാൻ നേരിട്ട് കണ്ടാൽ ആദ്യം ഞാൻ വണങ്ങുക പുരോഹിതനെയാണ്. എന്തെന്നാൽ മാലാഖയ്ക്ക് ദൈവത്തെ സൃഷ്ടിക്കാനുള്ള കഴിവില്ല, എന്നാൽ ഒരു പുരോഹിതൻ്റെ കരങ്ങളിലൂടെ ദൈവം ഭൂമിയിൽ പിറക്കുന്നു. ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലെ സ്നേഹമാണ് പൗരോഹിത്യം എന്ന് പറഞ്ഞ വിശുദ്ധനാണ് വിശുദ്ധ ജോൺ മാരിയ വിയാനി. സ്നേഹമുള്ളവരെ, ഈ പുരോഹിതരെല്ലാവരും മാതാവിനോടും ഭക്തിയുള്ളവരായിരിക്കണമെന്ന് പറയുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചില്ലെന്നേ ഉള്ളൂ. എങ്കിലും ചിലരെങ്കിലും ചിന്തിക്കുമ്പോൾ അച്ഛൻ എന്തുകൊണ്ട് ആ ആശയം പറഞ്ഞില്ല എന്ന്. അതുകൊണ്ട് സൂചിപ്പിക്കുന്നു. ഇദ്ദേഹം വലിയ ജപമാല ഭക്തനായിരുന്നു. ഇദ്ദേഹം പല പരീക്ഷയ്ക്കും ജയിച്ചത്, അവസാനം ആ ശ്രമകരമായ അദ്ദേഹത്തിൻ്റെ ആ പരീക്ഷ വരെ പാസ്സായത് അദ്ദേഹം ഈ ജപമാല ചൊല്ലിക്കൊണ്ടാന്ന് പറയണേ. ലത്തീൻ പരീക്ഷ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. എന്നിട്ട് അദ്ദേഹത്തിനോട് കരുണ തോന്നാനായിട്ട് അന്നത്തെ മെത്രാന് കരുണ തോന്നിയത് കാരണം വേറെ ഒന്നുമല്ല, അദ്ദേഹം തികഞ്ഞ മാതൃഭക്തനായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ കൂടെ ജോൺ മരിയ വിയാനി, ജോൺ ബാപ്റ്റിസ്റ്റ് എന്ന് പറയും വിയാനി എന്നുള്ളത് മാറി ജോൺ ദ ബാപ്റ്റിസ്റ്റ് മരിയ വിയാനി. മരിയ എന്നുള്ള പേര് ചേർക്കപ്പെടുവാനുള്ള കാരണം മാതാവിനോടുള്ള ഭക്തിയാണത്രേ. അപ്പോൾ എല്ലാ പുരോഹിതർക്കും അദ്ദേഹം പറയുകയാണ്, വേണ്ട ഒരു വലിയ പുണ്യമാണ് മാതാവിനോടുള്ള ഭക്തി. മാതാവിനെ മുറുകെ പിടിക്കുക ഒരു പുരോഹിതനും നശിക്കുകയില്ല, ഒരു വിശ്വാസിക്ക് നശിക്കുകയില്ല എന്നാണ് ജോൺ മരിയ വിയാനി നമ്മളെ ഓർമ്മപ്പെടുത്തുക. സ്നേഹമുള്ളവർ, 1859 ഓഗസ്റ്റ് മാസം 4-ാം തീയതി 73-ാമത്തെ വയസ്സിൽ ഈ വൈദികൻ നിര്യാതനാകുമ്പോൾ ആ കാലഘട്ടം കണ്ട ഏറ്റവും വലിയ ഒരു ഫ്യൂണറൽ, ഒരു മൃതസംസ്കാരമാണ് ഈ വൈദികന് ലഭിച്ചത്. 300 വൈദികർ. നിങ്ങൾ ആലോചിച്ച് നോക്കണേ. അതായത് വിശ്വാസം ക്ഷയിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ വിശ്വാസത്തിന് തീ കൊടുത്ത് ഒരുപാട് പേര് വിശ്വാസത്തിലേക്ക് നയിച്ച ഒരു വിശുദ്ധൻ മരിച്ചപ്പോൾ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടൊന്നുമില്ല. 300 വൈദികർ അന്ന് മൃതസംസ്കാരത്തിൽ പങ്കെടുത്തു. 6000 വിശ്വാസികൾ. എന്ത് ജനപ്രവാഹ! സത്യത്തിൽ അന്ന് തന്നെ അദ്ദേഹം വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് വേണം കണക്കാക്കാനായിട്ട്. പിന്നീട് 1929 പിയൂസ് 11 മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ വൈദികരുടെ മധ്യസ്ഥനായിട്ട് പ്രഖ്യാപിക്കുന്നത്. വൈദികരുടെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നു, വൈദികരുടെ മധ്യസ്ഥനായിട്ട് പ്രഖ്യാപിക്കുന്നു. തുടർന്ന് 2009 2010 പൗരോഹിത്യ വർഷമായിരുന്നു, ഇയർ ഓഫ് ദ പ്രീസ്റ്റ്. ബെനഡിക്ട് 16 മാർപ്പാപ്പ പ്രഖ്യാപിച്ചതാണല്ലോ. അന്ന് ബെനഡിക്ട് 16 മാർപ്പാപ്പ ഈ പുരോഹിതനെ പൗരോഹിത്യ വർഷം പ്രഖ്യാപിച്ചതിന് ശേഷം എല്ലാ പുരോഹിതരുടെയും വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. പിയൂസ് മാർപ്പാപ്പ ഇടവക വൈദികരുടെ മാത്രമായിരുന്നു മധ്യസ്ഥനായിട്ട് പ്രഖ്യാപിച്ചതെന്നുണ്ടെങ്കിൽ ബെനഡിക്ട് 16 മാർപ്പാപ്പ പൗരോഹിത്യ വർഷത്തിൽ ജോൺ മരിയ വിയാനിയെ എല്ലാ പുരോഹിതരുടെയും മധ്യസ്ഥനായി, എന്നെ കേൾക്കുന്ന പുരോഹിതരുടെ മധ്യസ്ഥനായിട്ട് അങ്ങനെ പ്രഖ്യാപിക്കുകയാണ്. ഈ വിശുദ്ധൻ്റെ പുണ്യസ്മൃതിക്കുള്ളിൽ നമുക്ക് നമ്മുടെ തന്നെ ജീവിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒന്ന് കരങ്ങൾ കൂപ്പി മിഴികൾ അടയ്ക്കാമോ? വിശുദ്ധ ജോൺ മരിയ വിയാനി പൗരോഹിത്യത്തിനും പരിശുദ്ധ കുർബാനയ്ക്കും കുംഭസാരത്തിനും ജീവിതത്യാഗത്തിനും പ്രാർത്ഥനയ്ക്കും പ്രാധാന്യം കൊടുത്ത് പൗരോഹിത്യത്തിന് വില കൽപ്പിച്ച വിശുദ്ധ എല്ലാ പുരോഹിതരെയും നിൻ്റെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇന്നേ ദിവസം അങ്ങയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഞങ്ങൾക്ക് മാമോദീസ നൽകിയ, ഞങ്ങളുടെ വിവാഹം നടത്തിയ, ഞങ്ങൾക്ക് ആദ്യ കുർബാന നൽകിയ, സ്ഥൈര്യലേപനം നൽകിയ എല്ലാ പുരോഹിതരെയും സമർപ്പിക്കുന്നു.
പൗരോഹിത്യത്തിന് വില കൊടുക്കാൻ ഞങ്ങൾ എല്ലാ പുരോഹിതരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ മാധ്യസ്ഥത്താൽ അനുഗ്രഹിക്കണമേ. ധാരാളം ദൈവവിളികൾ സഭയ്ക്ക് നൽകി സന്യാസ പൗരോഹിത്യ ജീവിതത്തിലേക്ക് ഒരുപാട് മക്കൾ വരാനുള്ള കൃപ നൽകണമേ. പുരോഹിതർ അവരുടെ ശുശ്രൂഷ ജീവിതത്തിൽ 100% വിശുദ്ധിയും വിശ്വസ്തയും പുലർത്തി ജീവിക്കുവാനുള്ള കൃപ നൽകണമേ. വിശുദ്ധ ജോൺ മരിയ വിയാനി ഞങ്ങൾക്കായി നിരന്തരം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നീ നടന്നു കയറിയ പുണ്യത്തിൻ്റെ ചവിട്ടുപടികൾ നടന്നു കയറുവാൻ ഞങ്ങൾക്ക് വേണ്ടിയും നീ മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളെയും നീ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ ലാസലേറ്റ് മാതാവേ, സകല മാലാഖമാരെ, വിശുദ്ധരെ, വിശുദ്ധ ജോൺ മരിയ വിയാനി ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാൻ്റെ സഹവാസവും വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ മധ്യസ്ഥവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.